സൗത്ത് കൊറിയയിലെ ഒരു ജയിലിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ശക്തരായ ജയിൽ പുള്ളികൾ ഇവിടെ ഒരു ഗെയിം കളിക്കുകയാണ്. ഗെയിം വേറൊന്നുമല്ല, സ്ലാപ്പിംഗ് കോമ്പറ്റീഷൻ ആണ്. ഇവന്റെ പേരാണ് ജംഗ് സിക്. ജംഗ് സിക് ആണ് എല്ലാ മത്സരവും വിജയിക്കുന്നത്. ആർക്കും അവനെ ചലഞ്ച് ചെയ്യാൻ ധൈര്യമില്ല. അപ്പോഴാണ് ആരോ കൈപൊക്കിയത്. ദേ, ഏതോ ഒരുത്തൻ ചാവാനായിട്ട് എന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് നമ്മുടെ കഥാനായകനായ ഹ്യൂൻസോ. ഹ്യൂൻസോ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവൻ ജംഗ് സിക്കിനെ ചലഞ്ച് ചെയ്തപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഈ ചെറിയ പയ്യന് എങ്ങനെ ധൈര്യം വന്നു ജംഗ് സിക്കിനെ സ്ലാപ്പിംഗ് കോമ്പറ്റീഷനിൽ ചലഞ്ച് ചെയ്യാൻ? എന്ന് ഈ ചെറുക്കന്റെ അന്ത്യമാണ് എന്നൊക്കെ മറ്റു ജയിൽ പുള്ളികൾ പറയുന്നുമുണ്ട്. റോക്ക് പേപ്പർ സിസേഴ്സ് കളിച്ചിട്ടാണ് ആർക്ക് ആദ്യത്തെ സ്ലാപ്പ് അവസരം ലഭിക്കും എന്ന് തീരുമാനിക്കുക. അപ്പോൾ ആദ്യത്തെ അവസരം ലഭിച്ചത് ജംഗ് സിക്കിനാണ്. മുഖം ടൈറ്റിൽ പിടിച്ചോ മോനെ, അല്ലെങ്കിൽ നിന്റെ നാവ് പുറത്തു വരുമെന്ന് പറഞ്ഞ് ജംഗ് സിക്ക് നല്ല പവർഫുൾ ആയിട്ട് തന്നെ ഹ്യൂൻ സോക്കിന്റെ മുഖത്ത് അടിച്ചു. പക്ഷെ അവന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലാപ്പ് ചെയ്യുകയാണ്. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് മുട്ടി നിൽക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ കഥാനായകന് ചെറിയ ഒരു ട്രിക്ക് ഉപയോഗിച്ചു. സംഭവം ഒരു ഫൗളാണ്, വേറൊന്നുമല്ല. സ്ലാപ്പ് ചെയ്യുന്നത് പോലെ വന്നിട്ട് പെട്ടെന്ന് കൈ മടക്കി ജംഗ് സിക്കിനെ പഞ്ച് ചെയ്യുകയാണ്. എന്നാൽ ഈ കാര്യം മറ്റുള്ളവർ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പഞ്ച് കൊണ്ട് താഴെ വീണ ജംഗ് സിക്കിനെ എല്ലാവരും കളിയാക്കുകയാണ്. ഒരു ചെറുക്കൻ അവനെ പരാജയപ്പെടുത്തിയത് കാരണം. അപ്പോൾ ജംഗ് സിക്ക് പറയാണ്, ഇവൻ ഫൗള് കളിച്ചതാണ്, ഇവൻ എന്നെ സ്ലാപ്പ് അല്ല ചെയ്തത്, പഞ്ചാണ് ചെയ്തത്. ഡേ കളഞ്ഞിട്ട് പോടെ, തോറ്റാൽ അത് സമ്മതിക്ക്, അല്ലാതെ കൊച്ചു പിള്ളേരെ പോലെ കരയല്ലേ എന്ന് ഹ്യൂൻസോ മറുപടി കൊടുത്തു. അത് കേട്ട ജംഗ് സിക്കിന് നല്ല ദേഷ്യം വരികയും പിന്നീട് അവര് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആവുകയും ചെയ്തു. ഇതൊരു ഗംഭീര ഫൈറ്റ് ആണ്. ജംഗ് സിക്കിന്റെ ഗാങ് മെമ്പേഴ്സ് എല്ലാവരും ഒറ്റക്കെട്ടായി വന്നു. നമ്മുടെ ഹീറോ തനിച്ചുമാണ്. എന്നാൽ അവരെയൊക്കെ ഹീറോ തനിച്ച് ഇടിച്ചു പരാജയപ്പെടുത്തി. ശേഷം ജംഗ് സിക്കിന്റെ മുകളിൽ കയറി ആദ്യം അവനെ സ്ലാപ്പ് ചെയ്യും, ഇതാണ് സ്ലാപ്പ്. എന്നിട്ട് അവനെ പഞ്ച് ചെയ്യും, ഇതാണ് പഞ്ച് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിർത്താതെ ഹ്യൂൻസോക്ക് അങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. ജംഗ് സിക്ക് ആളാകെ നാണം കെട്ട അവസ്ഥയായി. ഇത്രയും കാലം അവന് ജയിലിൽ നിന്ന് ലഭിച്ച ഓറ എല്ലാം ഒരൊറ്റ സംഭവത്തിനു ശേഷം നഷ്ടപ്പെട്ടു. -900 ഓറ. എന്തായാലും ഈ സംഭവത്തിനു ശേഷം ഒരാൾ ഹ്യൂൻസോക്കിന്റെ അടുത്ത് വന്ന് പറയാണ്, നീ സൂക്ഷിക്കണം, കാരണം അവൻ ആളത്ര നിസ്സാരക്കാരനല്ല. അവന്റെ ബോസ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ആണ്. കിം സുങ് ഹാൻ എന്നാണ് അവന്റെ ബോസിന്റെ പേര്. കിം സുങ് ഹാന് ഈ കാര്യം അറിഞ്ഞാൽ അങ്ങേര് ചിലപ്പോൾ നിന്നെ വെറുതെ വിടാൻ സാധ്യതയില്ല. എന്നാൽ ഇതേ ജയിലിൽ അടക്കപ്പെട്ട മറ്റൊരു പവർഫുൾ ഗാങ്സ്റ്റർ ഉണ്ട്. അദ്ദേഹമാണ് ജയ് ഹോ. അദ്ദേഹം ഈ ജയിലിൽ കഴിയുന്നത് സാധാരണ ജയിൽ പുള്ളിയെ പോലെയൊന്നുമല്ല, ഒരു രാജാവിനെ പോലെയാണ് അദ്ദേഹം ഈ ജയിലിൽ കഴിയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ് ഡീലറാണ് ജയ് ഹോ. ജയിലിലായി എന്ന് വെച്ച് അദ്ദേഹം തന്റെ ബിസിനസ് അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. ജയിലിന്റെ അകത്തുനിന്നും ജയിൽ പുള്ളികൾക്ക് സിഗരറ്റും മറ്റു ലഹരി വസ്തുക്കളും വിൽക്കുന്നത് ജയ് ഹോ ആണ്. ജയിലിലെ ഓഫീസർമാർക്കൊക്കെ ഈ കാര്യം അറിയാം. എന്നാൽ അവരാരും ജയ് ഹോനെ തടയാനായി പോകില്ല, കാരണം അത്രത്തോളം പവർഫുൾ ആണ് ജയ് ഹോ. ഒരിക്കൽ മറ്റൊരു ഗാംഗിലെ ആൾക്കാർ ജയ് ഹോനെ പരാജയപ്പെടുത്താനായി തീരുമാനിച്ചു. എന്നാൽ ഒരാളെ പോലും ജയ് ഹോ വെറുതെ വിട്ടിട്ടില്ല. എല്ലാവരും ജയ് ഹോ ഒറ്റക്ക് പരാജയപ്പെടുത്തി. ആ സംഭവത്തിനു ശേഷം ഒരാൾ പോലും ജയ് ഹോന്റെ അടുത്ത് മുട്ടാനായി ചെന്നിട്ടില്ല. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏക ജയിൽ പുള്ളി അദ്ദേഹം മാത്രമാണ്. അതേപോലെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ജയിലിൽ നിന്ന് 5 സ്റ്റാർ ഭക്ഷണമാണ്. ഇനി അടുത്ത ചോദ്യം, ഇത്രയും പവർഫുൾ ഗാങ്സ്റ്റർ ആയിട്ട് എങ്ങനെ ജയ് ഹോ ജയിലിന്റെ അകത്തായി? അതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ജയ് ഹോനെ നിരന്തരമായി വേട്ടയാടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇൻസ്പെക്ടർ ഇൻസൂക്ക്. ജയ് ഹോ ഡ്രഗ്സ് കടത്തുന്നത് ആർക്കും കണ്ടെത്താനാവാത്ത ബുദ്ധിപരമായ രീതിയിലാണ്. ജയ് ഹോന്റെ ബോസ് ആണ് ബ്യൂങ് ചോൾ. അദ്ദേഹത്തിന് വലിയ ഒരു ഫിഷ് എക്സ്പോർട്ടിംഗ് കമ്പനിയുണ്ട്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ആ കമ്പനിയുടെ മാസ വരുമാനം. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. ആ ഫിഷ് എക്സ്പോർട്ട് കമ്പനിയിൽ അവര് മീൻ കയറ്റി അയക്കുന്നതിന്റെ കൂടെ ഡ്രഗ്സ് കൂടി കയറ്റി അയക്കും. അതാണ് അവരുടെ ഡ്രഗ് ബിസിനസ്. പക്ഷെ ഈ കാര്യം കണ്ടെത്തിയത് ഇൻസ്പെക്ടർ ഇൻസൂക്ക് ആണ്. അങ്ങനെ പുള്ളിക്കാരിയാണ് സകല തെളിവുകളും ശേഖരിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജയ് ഹോനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. എന്തായാലും ജയ് ഹോ ജയിലിന്റെ അകത്ത് രാജാവിനെ പോലെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അത് കുറെ നാൾ നീണ്ടു നിന്നിട്ടില്ല. നമ്മൾ നേരത്തെ ജംഗ് സിക്കിന്റെ ബോസിനെ കുറിച്ച് പറഞ്ഞതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഗാങ്സ്റ്റർ ആണ്. അപ്പോൾ അദ്ദേഹം ഈ ജയിലിലാവുകയാണ്. സോ കിം സുങ് ഹാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജയ് ഹോനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഗാങ്സ്റ്റർ ആണ്. അദ്ദേഹം ഈ ജയിലായതിനു ശേഷം അദ്ദേഹത്തിന്റെ സകല പിടിപാടും ഉപയോഗിച്ച് ജയ് ഹോന്റെ സകല ഗാങ് മെമ്പേഴ്സിനെയും മറ്റൊരു ജയിലിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ ജയ് ഹോ തനിച്ചായി. അതേപോലെ ഇപ്പോൾ ജയിലിലെ ഓഫീസേഴ്സ് ആരും ജയ് ഹോനെ ജയിലിന്റെ അകത്ത് വെച്ച് ബിസിനസ് ചെയ്യാനും അനുവദിക്കുന്നില്ല. സകല കൺട്രോളും ഇപ്പോൾ കിം സുങ് ഹാന്റെ കയ്യിലായി. ജയ് ഹോ ഇപ്പോൾ ആകെ ദേഷ്യത്തിലാണ്. അങ്ങനെ ഒരു ദിവസം കിം സുങ് ഹാനോട് സംസാരിക്കാനായി ജയ് ഹോ ചെല്ലുകയാണ്. എന്നാൽ ജയ് ഹോനെ കിം സുങ് ഹാനെ അപമാനിച്ചു. ജയ് ഹോക്ക് അങ്ങേർക്ക് മറുപടി കൊടുക്കാനും സാധിച്ചിട്ടില്ല. അങ്ങേര് നാണം കെട്ട് അവിടുന്ന് ചെല്ലുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ കഥാനായകൻ ഹ്യൂൻസോക്ക് കാണുന്നുണ്ട്. അവന് അത്ഭുതമായി. എത്രയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ജയ് ഹോ അങ്ങേരെ തിരിച്ചൊന്നും പറയുന്നില്ല എന്ന്. ഒരു ദിവസം ജയ് ഹോ സെല്ലിലേക്ക് നടക്കുകയാണ്. അതിലേക്കൂടി ഹ്യൂൻസോക്കും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഹ്യൂൻസോക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു. ജംഗ് സിക്ക് തന്റെ ഷർട്ടിന്റെ അകത്തുനിന്ന്
നിന്ന് കത്തി പുറത്തെടുത്ത് ജയ്ഹോനെ കുത്തി കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ ഇത് കണ്ട ഹ്യൂൻസോക്ക് ജംഗ്ഷിക്കിനെ ചാടി പിടിച്ച് തല്ലുകയാണ്. അതായത് ജയ്ഹോന്റെ ജീവൻ ഇവിടെ രക്ഷിച്ചത് ഹ്യൂൻസോക്ക് ആണ്. അപ്പോൾ തന്റെ ജീവൻ രക്ഷിച്ച ഹ്യൂൻസോക്കിനെ ജയ്ഹോ അദ്ദേഹത്തിന്റെ സെല്ലിലേക്ക് വിളിച്ചു വരുത്തി. ജീവൻ രക്ഷിച്ചതിന് ഒരു മുഴുവൻ പെട്ടി സിഗരറ്റ് ജയ്ഹോ ഹ്യൂൻസോക്കിന് സമ്മാനിച്ചു. താങ്കൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്? താങ്കൾ എന്തിട്ട് കിം സുങ് ഹാനെ ഭയക്കുന്നു എന്ന് ഹ്യൂൻസോക്ക് ചോദിച്ചു. അപ്പോൾ ജയ്ഹോ പറയാണ്, എനിക്ക് അവന് ഭയമൊന്നുമില്ല. എന്നാൽ അധികാരം ഇപ്പോൾ അവന്റെ കയ്യിലാണ്. ജയിലിലെ സകല ഓഫീസേഴ്സും ഇപ്പോൾ അവന്റെ വലയിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാനാവാത്തത്. അപ്പോൾ ഹ്യൂൻസോക്ക് ഓഫീസർമാരെ വീണ്ടും തന്റെ വലയിലാക്കാൻ വേണ്ടി ഒരു അടിപൊളി ഐഡിയ ജയ്ഹോക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, ജയിലിൽ ഇല്ലീഗലായിട്ട് ലഹരി വസ്തുക്കൾ ബിസിനസ് ചെയ്യാനായിട്ട് ജയ്ഹോക്ക് ആദ്യം എത്തിച്ചു കൊടുക്കാറുണ്ടായത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതിന്റെ സകല ഫോട്ടോ സഹിതമുള്ള തെളിവുകൾ ജയ്ഹോന്റെ ഫോണിലുണ്ട്. അത് കാണിച്ച് ഓഫീസറിനെ ഭീഷണിപ്പെടുത്താം. അവരുടെ ജോലി നഷ്ടപ്പെടുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവരൊക്കെ വീണ്ടും താങ്കളുടെ വലയിലാവും. അപ്പോൾ അതൊക്കെ കാണിച്ചപ്പോൾ ജയിൽ വാർഡൻ ഭയന്നു. അങ്ങനെ ഹ്യൂൻസോക്കിന്റെ ഐഡിയ വർക്കായി. ജയിലിന്റെ അധികാരം വീണ്ടും ജയ്ഹോക്ക് ലഭിച്ചു. അധികാരം തിരിച്ചു കിട്ടിയ ജയ്ഹോ ആദ്യം തന്നെ എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അദ്ദേഹം കിം സുങ് ഹാനോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങി. കിം സുങ് ഹാന് ഷോർട്സ് മാത്രം ധരിപ്പിച്ച് അവിടെ കസേരയിൽ ജയ്ഹോ കെട്ടിയിട്ടതായി കാണാം. എന്നിട്ട് 2 ഡയലോഗും അടിച്ച് തിളച്ച എണ്ണ കിമ്മിന്റെ കാലിൽ ഒഴിക്കുകയാണ്. വേദന സഹിക്കാനാവാതെ കിം സുങ് ഹാൻ എന്ന ഗാങ്സ്റ്റർ പൊട്ടിക്കരയുകയാണ്. അതേപോലെ ജംഗ്സിക്കിനും ജയ്ഹോ അവിടെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. അവരോട് ജയ്ഹോ ആകെ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യം മാത്രമാണ്, എന്തിന് നിങ്ങൾ എന്നെ കൊല്ലാനായി തീരുമാനിച്ചു? ആദ്യം കിം എങ്ങനെയും പറയാൻ തയ്യാറായിട്ടില്ല. എന്നാൽ നിർത്താതെ അവന്റെ കാലിൽ തിളച്ച എണ്ണ ഒഴിച്ചപ്പോൾ അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. അവര് ജയ്ഹോനെ കൊല്ലാനായി തീരുമാനിച്ചത് ജയ്ഹോന്റെ സ്വന്തം ബോസ് പറഞ്ഞിട്ട് തന്നെയാണ്. നിന്നെ കൊന്നാൽ കമ്പനിയിലെ 30% എനിക്ക് തരാമെന്ന് അങ്ങേര് പറഞ്ഞു. അപ്പോൾ തന്നെ സ്വന്തം ബോസ് തന്നെ ചതിച്ചു തറഞ്ഞപ്പോൾ ജയ്ഹോ ആകെ ഷോക്കായി. എന്തായാലും അതിനുശേഷം ജയ്ഹോ കിം സുങ് ഹാനെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല. തിളച്ച എണ്ണ അങ്ങേരുടെ തലയിലെ കൂടി ഒഴിച്ച് ജയ്ഹോ കിം സുങ് ഹാനെ കൊന്നുകളയുകയാണ്. തന്റെ പിടിപാട് ഉപയോഗിച്ച് കിം സുങ് ഹാന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മരണം സംഭവിച്ചത് എന്നും ജയ്ഹോ വരുത്തി തീർത്തു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഹ്യൂൻസോക്ക് കാണുന്നുണ്ട്. എന്തായാലും ഈ സംഭവങ്ങൾക്ക് ശേഷം ഹ്യൂൻസോക്ക് ജയ്ഹോന്റെ വലം കൈയായി മാറുകയാണ്. അദ്ദേഹം ഹ്യൂൻസോക്കിനെ കാണുന്നത് സ്വന്തം അനിയന്റെ സ്ഥാനത്താണ്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ചേട്ടന്റെ ഗാംഗിൽ ചേർന്നോട്ടെ എന്ന് ഹ്യൂൻസോക്ക് ചോദിച്ചപ്പോൾ അതെന്തൊരു ചോദ്യമാണ്, നീ എന്റെ സ്വന്തം അനുജനെ പോലെയല്ലേ? ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും നിന്നെ ഞാൻ കൈവിടത്തില്ല, നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഗാങ്സ്റ്റർ ജയ്ഹോ നമ്മുടെ ഹീറോനോട് പറയുന്നുണ്ട്. പക്ഷെ ഇനിയാണ് വലിയ ഒരു ട്വിസ്റ്റ്. സോ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. ജയ്ഹോ ജയിലാവാൻ കാരണക്കാരിയായ ഇൻസ്പെക്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻസ്പെക്ടർ ഇൻസോക്ക് പുള്ളിക്കാരുടെ ഫോഴ്സിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കഥാനായകനായ ഹ്യൂൻസോക്ക്. അപ്പോൾ ഇൻസ്പെക്ടർ ഇൻസോക്കിന്റെ ഉദ്ദേശം ജയ്ഹോനെ മാത്രം ജയിലിലാക്കണം എന്നല്ല, അവന്റെ സകല നെറ്റ്വർക്കും പുള്ളിക്കാരിക്ക് ഇല്ലാതെയാക്കണം. 2 വർഷം കഴിഞ്ഞാൽ ജയ്ഹോ വീണ്ടും പുറത്തിറങ്ങും. അവൻ വീണ്ടും അവന്റെ ഡ്രഗ് ഡീലിംഗ് ആരംഭിക്കും. എന്നാൽ നീ ജയിലിൽ പോയി അവന്റെ കൂട്ടുകൂടുകയാണെങ്കിൽ അവന്റെ സകല രഹസ്യങ്ങൾ, സകല നെറ്റ്വർക്കും നമ്മൾക്ക് കണ്ടെത്താനായി കഴിയും. അങ്ങനെ അവനെയും അവന്റെ ഗാങ്ങിനെയും മുഴുവനായിട്ട് നമ്മൾക്ക് ഇല്ലാതെയാക്കാമെന്നും ഇൻസ്പെക്ടർ ഇൻസോ ഹ്യൂൻസോക്കിനോട് പറയുകയാണ്. എന്നാൽ 2 വർഷം ജയിലിൽ പോയി കിടക്കാനൊന്നും ഹ്യൂൻസോക്ക് തയ്യാറല്ല. എന്നാൽ ഹ്യൂൻസോക്കിന് വലിയ ഒരു ഓഫർ ഇൻസ്പെക്ടർ നൽകുകയാണ്. ഹ്യൂൻസോക്കിന്റെ അമ്മ ഒരു കിഡ്നി പേഷ്യന്റ് ആണ്. കിഡ്നി മാറ്റിവെക്കാനും ചികിത്സക്കുമായി വലിയ തുക തന്നെ ആവശ്യമാണ്. അതിന്റെ സകല ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാം. നിന്റെ അമ്മക്ക് ഏറ്റവും മികച്ച ചികിത്സ ഞാൻ തന്നെ ഏർപ്പാടാക്കാമെന്ന് ഹ്യൂൻസോക്കിനോട് ഇൻസ്പെക്ടർ പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഹ്യൂൻസോക്ക് ജയിലിലേക്ക് വന്നത്. അവൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നടന്നിട്ടുമുണ്ട്. അതായത് അവന് ജയ്ഹോന്റെ വിശ്വാസം പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചു. എന്നാൽ ഇവിടെ ഒരു ദിവസം ജയ്ഹോനെ ജയിലിൽ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഗാങ് മെമ്പർ വന്നിട്ടുണ്ട്. അദ്ദേഹം ഞെട്ടിക്കുന്ന ആ സത്യം ജയ്ഹോനോട് പറയുകയാണ്. അതായത് താങ്കൾ അനുജന്റെ സ്ഥാനത്ത് കണ്ട് കൊണ്ടു നടക്കുന്ന ആ മറ്റവനുണ്ടല്ലോ, അവനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. അവൻ ഒരു അണ്ടർ കവർ പോലീസ് ഓഫീസറാണ്. അവൻ ആ മറ്റവളുടെ ഫോഴ്സിലെ അംഗമാണ്. താങ്കളുടെ സകല രഹസ്യങ്ങളും അറിയാൻ വേണ്ടിയാണ് അവൻ മനഃപൂർവ്വം താങ്കളുടെ വിശ്വാസം പിടിച്ചുപറ്റിയത്. നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ജയ്ഹോ പറയുകയാണ്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ ഈ വീഡിയോ കാണുന്ന 86% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അതെനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. എന്തായാലും ഹ്യൂൻസോ ഒരു പോലീസാണ് എന്ന് അദ്ദേഹം അറിഞ്ഞിട്ടും അദ്ദേഹം ഇതിനെക്കുറിച്ച് ഹ്യൂൻസോക്കിനോട് ചോദിക്കാനൊന്നും പോയിട്ടില്ല. അദ്ദേഹം അറിയാത്ത പോലെ തന്നെ നിന്നു. ഒരു ദിവസം ഹ്യൂൻസോക്ക് ജയിലിൽ നിന്ന് ആ സങ്കട വാർത്ത കേൾക്കുകയാണ്. തന്റെ സ്വന്തം അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഒരു ട്രക്ക് വന്ന് ഇടിച്ച് നിർത്താതെ പോയതാണ്. അങ്ങനെ ജയിലിൽ വെച്ച് ഹ്യൂൻസോക്ക് പൊട്ടിക്കരയുകയാണ്. 2 ജയിൽ ഓഫീസേഴ്സ് കൂടി ഹ്യൂൻസോക്കിനെ പിടിച്ചു വെക്കുന്നുമുണ്ട്. അപ്പോൾ ഹ്യൂൻസോക്കിന്റെ
ആ അവസ്ഥ കണ്ടപ്പോൾ ജയ്ഹോക്ക് നല്ല സങ്കടമായി. അദ്ദേഹത്തിന് അറിയാം ഹ്യൂൺ സോക്കിന് തന്റെ അമ്മയെ എത്രത്തോളം ഇഷ്ടമാണ് എന്ന്. എനിക്ക് എന്റെ അമ്മയെ അവസാനമായിട്ട് ഒന്ന് കാണണം, എന്നെ ഒരൊറ്റ ദിവസത്തേക്ക് പുറത്തിറക്കുക എന്നൊക്കെ ഹ്യൂൺ സോക്ക് ഇൻസ്പെക്ടർ ഇൻസൂക്കിനെ വിളിച്ചു പറയുകയാണ്. എന്നാൽ പുള്ളിക്കാരിക്ക് സഹായിക്കാനാവത്തില്ല. ഞാൻ മാഡം പറഞ്ഞിട്ടല്ലേ ജയിലിൽ വന്നത്, പ്ലീസ് എന്നെ സഹായിച്ചേ മതിയാവൂ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഹ്യൂൺ സോക്ക് പറയുന്നുണ്ടെങ്കിലും എടാ നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കും, നിനക്ക് അങ്ങനെ പുറത്തേക്ക് വരാനാവത്തില്ല, ഐ എം സോ സോറി എന്നും പറഞ്ഞ് ഇൻസ്പെക്ടർ കോൾ കട്ട് ചെയ്തു. അപ്പോൾ ഹ്യൂൺ സോക്കിന് ഇൻസ്പെക്ടറിനോട് നല്ല ദേഷ്യം വന്നു. പക്ഷെ ജയിൽ വാർഡന് ഹ്യൂൺ സോക്കിനെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിനക്ക് നിന്റെ അമ്മയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ ജയിലിൽ നിന്ന് ഒരു ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമുണ്ട്. നിന്റെ അമ്മയുടെ സംസ്കരണ ചടങ്ങിൽ നിനക്ക് പങ്കെടുക്കാം. അതേപോലെ വാർഡൻ പറയാണ്, ജയ്ഹോ ആണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. അദ്ദേഹത്തിന്റെ സകല പിടിപാടും ഉപയോഗിച്ചാണ് നിനക്ക് വേണ്ടി ഇത് ചെയ്തു തന്നത്. ഇത് കേട്ടപ്പോൾ ഹ്യൂൺ സോക്കിന് ഗാങ്സ്റ്റർ ജയ്ഹോനോട് നല്ല ബഹുമാനം തോന്നി. എന്തായാലും ഹ്യൂൺ സോക്ക് ഒരു ദിവസത്തേക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവസാനമായി തന്റെ അമ്മയെ ഒരു നോക്ക് കണ്ടു. ജയിലിൽ തിരിച്ചെത്തിയ ഹ്യൂൺ സോക്ക് ജയ്ഹോനോട് നന്ദി പറയുകയാണ്. അന്ന് രാത്രി ജയ്ഹോയും ഹ്യൂൺ സോക്കും തനിച്ച് സംസാരിക്കുകയാണ്. ഹ്യൂൺ സോക്ക് അമ്മയുടെ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അപ്പോൾ ജയ്ഹോ ഹ്യൂൺ സോക്കിനോട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണ്. എന്നെ ഒരുപാട് പേര് കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ നിനക്കറിയാമോ എന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൊല്ലാൻ ശ്രമിച്ചത് ആരാണ് എന്ന്? അത് എന്റെ സ്വന്തം അമ്മയാണ്. എന്റെ ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ ഒരു മുഴുക്കുടിയനാണ്. ദിവസവും എന്റെ അച്ഛൻ എന്നെയും എന്റെ അമ്മയും ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് തീരെ രുചിയില്ലാത്തതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ തന്നെ ഞാൻ ടോയ്ലറ്റിൽ ചെന്ന് ഭക്ഷണം തുപ്പിക്കളഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഞാൻ കാണുന്നത് എന്റെ അമ്മയും അച്ഛനും മരിച്ചു കിടക്കുന്നതാണ്. എന്റെ അമ്മ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് പല കാര്യങ്ങൾ സംസാരിച്ചു. ഈ സമയം ഹ്യൂൺ സോക്ക് തന്നെ ആ സത്യം ജയ്ഹോനോട് തുറന്നു പറയുകയാണ്. അതായത് ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, താങ്കളുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എന്നാൽ താങ്കളാണ് എന്നെ എന്റെ അമ്മയെ കാണാനായിട്ട് സഹായിച്ചത്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പോലീസ് ഓഫീസർ അല്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ താങ്കളുടെ ഗാങ്ങിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ഹ്യൂൺ സോക്കിന് ഇൻസ്പെക്ടറിനോടൊക്കെ ഇപ്പോൾ നല്ല വെറുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഹ്യൂൺ സോക്ക് ഈ തീരുമാനം എടുത്തത്. സോ 2 വർഷത്തെ ജയിൽ ശിക്ഷ അവസാനിച്ചു. ജയ്ഹോ പുറത്തിറങ്ങി. അതേസമയം തന്നെയാണ് ഹ്യൂൺ സോക്കിന്റെയും ശിക്ഷാ കാലയളവ് അവസാനിച്ചത്. അവനും ജയിലിന്റെ പുറത്തിറങ്ങിയ ഉടനെ അവൻ ജയ്ഹോന്റെ ഗാങ്ങിൽ ജോയിൻ ചെയ്ത് അവനും ജയ്ഹോനെ പോലെ ഒരു പവർഫുൾ ഗാങ്സ്റ്ററായി മാറുകയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഹ്യൂൺ സോക്കിനെ കൂട്ടാനായിട്ട് ഒരു അടിപൊളി മസ്താങ് കാറിലാണ് ജയ്ഹോ വന്നത്. അതേപോലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഹ്യൂൺ സോക്കിനെ ഗാങ് മെമ്പേഴ്സ് ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നതും കാണാം. ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന് ജയ്ഹോനോട് ഹ്യൂൺ സോക്ക് പറയുന്നുണ്ട്. ഈ കാര്യം മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ ഇൻസൂക്കിന് നല്ല ദേഷ്യം വന്നു. കാരണം പുള്ളിക്കാരി അവനെ ജയിലിലാക്കിയത് ജയ്ഹോന്റെ സകല നെറ്റ്വർക്കിനെ കുറിച്ചും അറിയാൻ വേണ്ടിയാണ്. എന്നാൽ അവനും ഇപ്പോൾ ആ ഗാങ്ങിലെ ഒരു അംഗമായി മാറി. ഇദ്ദേഹമാണ് ജയ്ഹോന്റെ ബോസ് ആയ ബ്യോങ് ചോൾ. ഇദ്ദേഹമാണ് ജയിലിൽ വെച്ച് കിംസുങ് ഹാനോട് ജയ്ഹോനെ കൊല്ലാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ജയ്ഹോക്ക് അറിയാം. എന്നിട്ടും അവൻ തന്റെ സ്വന്തം ബോസിനെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ പ്രധാന കാരണം അവർ ഒരു റഷ്യൻ മാഫിയുമായിട്ട് വലിയ ഒരു ഡ്രഗ് ഡീൽ ചെയ്യുന്നുണ്ട്. അത് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് ഈ ബോസ് ആണ്. അപ്പോൾ ബോസിനെ കൊന്നാൽ സകല ബിസിനസ്സും ജയ്ഹോക്ക് നഷ്ടമാവും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആ രാത്രി ജയ്ഹോന്റെ ബോസ് വലിയ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അന്ന് പുതിയ ഗാങ് മെമ്പറായ ഹ്യൂൺ സൂക്കിനെ എല്ലാവർക്കും ജയ്ഹോ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പക്ഷേ ഈ ഗാങ് മെമ്പറിന് ഹ്യൂൺ സൂക്കിന്റെ സംസാരമൊന്നും തീരെ പിടിക്കുന്നില്ല. നിന്റെ വിചാരം എന്താണ്? നിനക്ക് എന്നെ പോലത്തവനെ ഇടിച്ചിടാൻ കഴിയുമെന്നാണോ? അതിന് താനേതാ? താനൊക്കെ എന്റെ ഒരൊറ്റ അടിക്കേ ഉള്ളൂ എന്ന് ഹ്യൂൺ സൂക്ക് അവന് മറുപടി കൊടുത്തു. അത് അവന് തീരെ പിടിച്ചിട്ടില്ല. എന്നാൽ നീ വാടാ നേർക്കുനേർ മുട്ടാം എന്നൊക്കെ പറഞ്ഞ് അവൻ അവന്റെ തോക്ക് ടേബിളിൽ വെച്ചു. എന്നിട്ട് ഹ്യൂൺ സൂക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴും അവനെ വാക്കുകൊണ്ട് ഹ്യൂൺ സൂക്ക് തളർത്തുകയാണ്. ദേഷ്യം പിടിച്ച അവന് ഹ്യൂൺ സൂക്കിനെ ബോട്ടിൽ വെച്ച് തലക്കടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴേക്കും അവൻ ടേബിളിൽ വെച്ച് തോക്ക് ഹ്യൂൺ സൂക്ക് എടുത്തിട്ട് അവന് നേരെ ചൂണ്ടിയിട്ടുണ്ട്. ശക്തി മാത്രം പോരാ, ബുദ്ധി കൂടി വേണം, എന്നാലേ ഏത് ശത്രുവിനെയും നേരിടാൻ കഴിയൂ എന്ന ഒരു ഡയലോഗും അടിച്ചു. അപ്പോൾ എല്ലാവരുടെയും മുന്നിലും ഈ ഗാങ് മെമ്പർ ആളാകെ നാണം കെട്ട പോലെയായി. പക്ഷേ ഹ്യൂൺ സൂക്ക് തോക്ക് താഴ്ത്തിയപ്പോൾ അവൻ വീണ്ടും ബോട്ടിൽ വെച്ച് അടിക്കാനായി പോവുകയാണ്. എന്നാൽ ബോസ് എഴുന്നേറ്റ് വന്ന് അവനെ തല്ലുകയാണ്. എന്നിട്ട് ബോസ് പറയാണ്, ഹ്യൂൺ സൂക്ക് എന്ന ഈ പയ്യനും നിന്നേക്കാൾ പ്രായത്തിൽ എത്രയോ ചെറുതാണ്, പക്ഷെ അവന് നിന്നേക്കാൾ ബുദ്ധിശാലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ ഗാങ് മെമ്പർ ആളാകെ നാണം കെട്ടു. അവന് വണ്ടിയിലിരുന്ന് കൊച്ചു പിള്ളേർ കരയുന്നത് പോലെ കരയുന്നുമുണ്ട്. സോ ഇവരിവിടെ വലിയ ഒരു ബിസിനസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. റഷ്യൻസുമായിട്ടാണ് ഒരു ഡീല് ഉറപ്പിച്ചിട്ടുള്ളത്. ഈ ഡീല് നടന്നാൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആയിരിക്കും ഒറ്റയടിക്ക് കയ്യിൽ വരിക. പക്ഷെ ഇവിടെ ജയ്ഹോന്റെ മനസ്സിൽ എപ്പോഴും വലിയ ഒരു സങ്കടം അഥവാ വലിയ ഒരു കുറ്റബോധമുണ്ട്. അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. നമ്മുടെ ഹ്യൂൺ സോക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് ജയിലിൽ വെച്ച് ഗാങ് മെമ്പർ ജയ്ഹോനോട് പറഞ്ഞപ്പോൾ ജയ്ഹോ അവനോട് ഒരു കാര്യം പറയുകയാണ്. അവൻ പോലീസ് ആണെങ്കിലും ഉറപ്പായിട്ടും അവൻ നമ്മുടെ നെറ്റ്വർക്ക് മുഴുവനായിട്ടും ഇല്ലാതെയാകും. എന്നാൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ട്, അവനെ നമ്മുടെ ആളാക്കണം. സോ അങ്ങനെ ഹ്യൂൺ സോക്കിന്റെ അമ്മയെ
അമ്മയെ ട്രക്ക് ഇടിച്ച് കൊന്നതിന്റെ പിന്നിൽ വേറെ ആരുമല്ല ജയ്ഹോന്റെ ഗാങ് തന്നെയാണ്. അങ്ങനെ ജയ്ഹോ തന്നെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരൊറ്റ ദിവസത്തേക്ക് അമ്മയെ കാണാനായി ഹ്യൂൻ സോക്കിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ഹ്യൂൻ സോക്കിനെ തന്നെ സ്വന്തം ആളാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ ട്വിസ്റ്റ് തന്നെയാണ്. എന്നാൽ ഈ കാര്യം ഹ്യൂൻ സോക്കിന് ഇതുവരെ അറിയത്തില്ല. തന്റെ അമ്മയുടെ കൊലയാളിയെ പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. എന്തായാലും ഈ കാര്യത്തിന് ജയ്ഹോക്ക് ഇപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. ഇവിടെ ഒരു ദിവസം ഹ്യൂൻ സോക്ക് തന്റെ അമ്മയുടെ സംസ്കരണ സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആരോ വന്ന് ഹ്യൂൻ സോക്കിന്റെ തലയിൽ കവറിട്ട് അവനെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അവന്റെ തല മൂടിയത് കാരണം ആരാണ് തന്നെ തട്ടിക്കൊണ്ടു വന്നതെന്ന് ഹ്യൂൻ സോക്കിന് മനസ്സിലാകുന്നില്ല. അവര് തന്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തന്നെ കത്തിച്ച് കൊല്ലാനായിട്ട് പോവുകയാണ്. അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് അവര് ചോദിച്ചു. ആരാണ് നിങ്ങളൊക്കെ എന്ന് ഹ്യൂൻ സോക്ക് അവരോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവര് ഹ്യൂൻ സോക്കിന്റെ തലയിൽ മാസ്ക് കഴിക്കുകയാണ്. അപ്പോൾ അവര് വേറെ ആരുമല്ല, ഹ്യൂൻ സോക്കിന്റെ സ്വന്തം പോലീസ് ടീംമേറ്റ്സ് ആണ്. അവരോടൊക്കെ ഹ്യൂൻ സോക്കിന് ഇപ്പോൾ നല്ല ദേഷ്യമാണ്. തന്റെ അമ്മയെ കാണാൻ അവര് അവസരം ഒരുക്കി കൊടുക്കാത്തത് കൊണ്ട്. അതേപോലെ അവര് ഹ്യൂൻ സോക്കിനെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നത് അവൻ ഇപ്പോൾ തിരഞ്ഞെടുത്ത മാർഗം അപകടം പിടിച്ചതാണ് എന്ന് വാൺ ചെയ്യാനാണ്. എന്നാൽ അവൻ അവര് പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ല. നിങ്ങൾ ആദ്യം എന്റെ അമ്മയെ വണ്ടിയിടിച്ച് കൊന്നത് ആരാണ് എന്ന് കണ്ടത്, എന്നിട്ട് ആലോചിക്കാം ഞാൻ നിങ്ങളുടെ കൂടെ വീണ്ടും കൂടണോ വേണ്ടയോ എന്ന്. എന്തായാലും ഹ്യൂൻ സോക്ക് ജയ്ഹോന്റെ കൂടെ ഭയങ്കര ഹാപ്പിയാണ്. ആ പാവത്തിന് അറിയത്തില്ലല്ലോ തന്റെ അമ്മയെ കൊന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് അങ്ങേരാണ് എന്ന്. സോ ഇന്ന് രാത്രിയാണ് അവര് റഷ്യൻസുമായിട്ട് ആ വലിയ ഡ്രഗ് ഡീല് നടത്താനായിട്ട് പോകുന്നത്. ഇത് വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു ഡീലാണ്. എന്നാൽ ഇവിടെ ഇവരെ തൊണ്ടി മുതലോടുകൂടി പിടികൂടാൻ ഇൻസ്പെക്ടർ ഇൻസൂക്ക് എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി അവിടെ എത്തിയത് കണ്ട് ഈ ഗാങ്സ്റ്റേഴ്സ് എല്ലാവരും ഷോക്കായി. കാരണം ഇൻസൂക്ക് അവരെ പിടിച്ചാൽ അവർക്കുണ്ടാവുന്ന നഷ്ടം ചെറുതൊന്നുമല്ല. ഓഫീസേഴ്സ് ആ സ്ഥലം മുഴുവനും റെയ്ഡ് ചെയ്തു. എന്നിട്ട് ഡ്രഗ്സ് ഒളിപ്പിച്ചു വെച്ച പെട്ടികൾ കണ്ടെത്തി. ഇൻസൂക്ക് അവരോട് പറയാണ്, നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഒരു നാൾ വരും അന്ന് ഞാൻ എല്ലാവരെയും ഒന്നിച്ച് പൂട്ടുമെന്ന്. ശേഷം ഓഫീസേഴ്സ് ആ ബോക്സ് തുറക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു ട്വിസ്റ്റ്. ആ ബോക്സുകളിലുള്ളത് ഡ്രഗ്സ് ഒന്നുമല്ല, പകരം ടോയ്സ് ആണ്. അപ്പോൾ ഇൻസൂക്കിന്റെ മുഖം മാറി. പുള്ളിക്കാരി എല്ലാ ബോക്സും തുറന്നു നോക്കിയപ്പോൾ ഒന്നിലും ഡ്രഗ്സ് ഇല്ല, എല്ലാത്തിലും ടോയ്സ് മാത്രമാണുള്ളത്. അപ്പോൾ ഗാങ്സ്റ്റേഴ്സ് എല്ലാവരും ഇൻസൂക്കിനെ കളിയാക്കി ചിരിക്കുകയാണ്. സോ അവര് വേറെ മാർഗം ഉപയോഗിച്ച് ഡ്രഗ്സ് ഓൾറെഡി കടത്തിയിട്ടുണ്ട്. അങ്ങനെ ബോസിന്റെ കൂടെ ജയ്ഹോ ഇത് ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ബോസിനോട് ജയ്ഹോ ഒരു കാര്യം പറയുകയാണ്, ബോസ് നിങ്ങളോട് എനിക്ക് ചെറിയ ഒരു കണക്ക് തീർക്കാനുണ്ട്. ശേഷം അവിടെ ഒരു ഷൂട്ട് ഔട്ട് നടക്കുകയാണ്. ജയ്ഹോ തന്റെ ബോസിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. കാരണം അങ്ങേരു മുന്നേ ജയിലിൽ വെച്ച് ജയ്ഹോനെ കൊല്ലാനായിട്ട് കിം സുങ് ഹാനോട് പറഞ്ഞതുകൊണ്ട്. അതിന്റെ പ്രതികാരമാണ് ജയ്ഹോ ഇവിടെ വീട്ടിയത്. സോ ബോസിനെ കൊന്നു കഴിഞ്ഞു. ഇനി ആ ഗാങ്ങിന്റെ ബോസ് വേറെ ആരുമല്ല, ജയ്ഹോ തന്നെയാണ്. എന്തായാലും ഹ്യൂൻസൂക്ക് അവരുടെ കൂടെയുള്ളിടത്തോളം കാലം അവരെ പിടികൂടാനെ സാധിക്കില്ലെന്ന് ഇൻസ്പെക്ടർ ഇൻസൂക്കിന് മനസ്സിലായി. പുള്ളിക്കാരി ഹ്യൂൻസോക്കിന്റെ അമ്മയെ കൊന്നതിന് പിന്നിൽ ആരാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഹ്യൂൻസോക്കിനെ ഇൻസ്പെക്ടർ വിളിച്ചു വരുത്തി. തന്റെ അമ്മ എങ്ങനെയാണ് മരണപ്പെട്ടത് അതിന്റെ CCTV വിഷ്വൽസ് കാണിച്ചു കൊടുക്കുകയാണ്. അതേപോലെ ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നും പുള്ളിക്കാരി പറഞ്ഞു. അത് നീ നിന്റെ സ്വന്തം ചേട്ടനായി കാണുന്ന ജയ്ഹോ ആണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞ ഹ്യൂൻസോക്ക് ആകെ ഷോക്കായി പോയി. സോ ഇപ്പോൾ ജയ്ഹോനെ പിടികൂടാൻ ഹ്യൂൻസോക്ക് പോലീസിൽ വീണ്ടും ജോയിൻ ചെയ്യുകയാണ്. പക്ഷെ ഈ കാര്യം ജയ്ഹോനോട് പറയത്തില്ല. തന്ത്രപരമായിട്ട് അവനെ ഒരു സ്ഥലം വരെ എത്തിക്കണം. അപ്പോൾ ഇവിടെ ഹ്യൂൻസോക്ക് ജയ്ഹോനെ വിളിച്ചിട്ട് പറയാണ്, താങ്കൾ അപകടത്തിലാണ്, ഏത് നിമിഷവും പോലീസ് താങ്കളെ എൻകൗണ്ടർ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറണം. സോ ജയ്ഹോന്റെ ഒളിത്താവളം എവിടെയാണെന്ന് ഹ്യൂൻസോക്കിന് അറിയാം. ഹ്യൂൻസോക്ക് അവിടെ ജയ്ഹോനെ കാത്തു നിൽക്കുകയാണ്. ജയ്ഹോ അവിടെ എത്തിയപ്പോൾ തന്നെ പുറത്ത് ഒരു വാന് കണ്ടു. ആ വാനിൽ ടിന്റ് അടിച്ചത് കൊണ്ട് അകത്തിരിക്കുന്നവരെ പുറത്തുനിന്ന് കാണാൻ കഴിയത്തില്ല. സോ ആ വാനിലുള്ളത് ഇൻസ്പെക്ടറും സംഘവുമാണ്. ജയ്ഹോ അകത്തേക്ക് ഹ്യൂൻസോക്കിനെ കാണാനായിട്ട് ചെന്നു. അദ്ദേഹം വളരെ കൂളായിട്ട് ഹ്യൂൻസോക്കിനോട് പറയുന്നുണ്ട്, ഞാൻ പുറത്ത് ഒരു വാന് കണ്ടു, അതിൽ ആരാണ് എന്ന് നോക്കാനായിട്ട് ഞാൻ പോയിട്ടൊന്നുമില്ല, പക്ഷെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഏകദേശം എനിക്കറിയാം. അതായത് ജയ്ഹോക്ക് തന്നെ മനസ്സിലായി ഹ്യൂൻസോക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അപ്പോൾ ഹ്യൂൻസോക്കിന്റെ നേരെ ജയ്ഹോ തോക്ക് ചൂണ്ടി, ഞാൻ ചെയ്തത് കുറച്ച് കടന്നു കൈയാണ് എന്ന് എനിക്കറിയാം, പക്ഷെ പറ്റിപ്പോയി, നീ എന്നോട് പൊറുക്കില്ല എന്നും എനിക്കറിയാം. ചേട്ടൻ എന്നെ കൊല്ലണമെങ്കിൽ ഇപ്പോൾ തന്നെ കൊല്ലണം, കാരണം ഇവിടെ ഇപ്പോൾ പോലീസ് എത്തുമെന്ന് ജയ്ഹോനോട് ഹ്യൂൻസോക്ക് പറയുകയാണ്. പിന്നീട് അവിടെ ഒരു ഷൂട്ട് ഔട്ട് ആണ് നടക്കുന്നത്. ആ ഷൂട്ട് ഔട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ജയ്ഹോ വെടിവെച്ച് കൊല്ലുന്നൊക്കെയുണ്ട്. സോ കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാം. ഇവിടെ ഓഫീസേഴ്സ് വന്നപ്പോൾ അവർക്ക് ജയ്ഹോ എവിടെയാണുള്ളത് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അവര് ഹ്യൂൻസോക്കിന്റെ നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. അവർ ഇപ്പോൾ അവരെ സഹായിച്ച ഹ്യൂൻസോക്കിനെ തന്നെ കൊല്ലാനായിട്ടാണ് പോകുന്നത്. എന്നാൽ അപ്പോൾ ആ ഓഫീസറിനെ പിന്നിൽ നിന്ന് വന്ന് ജയ്ഹോ വെടിവെച്ച് കൊല്ലുകയാണ്. ഹ്യൂൻസോക്കിനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് ഇപ്പോൾ വേണമെങ്കിൽ ഹ്യൂൻസോക്കിനെ വെടിവെച്ച് കൊല്ലാം. എന്നാൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. ജയ്ഹോ അവിടുന്ന് രക്ഷപ്പെട്ട് നടന്നു പോവുകയാണ്. ഈ സമയം ആ വാന് വന്ന് ജയ്ഹോനെ ഇടിച്ചു വീഴ്ത്തുകയാണ്. ഇൻസ്പെക്ടർ ഇൻസൂക്കാണ് വാൻ ഓടിച്ചത്. പുള്ളിക്കാരി ജയ്ഹോന്റെ പോക്കറ്റിൽ നിന്നും കാറിന്റെ താക്കോലെടുത്ത് കാറിനുള്ള പണമെല്ലാം എടുക്കാനായിട്ടാണ് പോകുന്നത്. എന്നാൽ അവിടെ എത്തിയ ഹ്യൂൻസോക്ക് ഇൻസ്പെക്ടറിനെ വെടിവെച്ച് കൊല്ലുകയാണ്. കാരണം പുള്ളിക്കാരിയോട് ഹ്യൂൻസോക്കിന്
ഹ്യൂൻസോക്കിന് നല്ല ദേഷ്യമുണ്ട്. ശേഷം ആ തോക്ക് ഹ്യൂൻസോക്ക് ജയ്ഹോക്ക് നൽകുകയാണ്. താങ്കൾക്ക് എന്നെ കൊല്ലാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജയ്ഹോ ഹ്യൂൻസോക്കിനോട് പറയാണ്, ഇവിടെ ചാവേണ്ടത് നീയല്ല ഞാനാണ്. അതിനുശേഷം ഹ്യൂൻസോക്ക് ആ കാര്യം ചെയ്യുകയാണ്. ജയ്ഹോനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കാൻ മറക്കല്ലേ.